സുമയാണേ. അപ്പോൾ ഇന്ന് ഞാനൊരു ചെറിയ വീഡിയോ ആയിട്ട് വന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഹെയർ ബോ ഉണ്ടാക്കുന്നതാണ്. നമ്മൾ കുഞ്ഞുമക്കൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ടൊരു ഹെയർ ബോ. അപ്പോൾ ഇതാണ് അതിൻ്റെ ഫ്രെയിം. ഇതിങ്ങനെ തന്നെ വാങ്ങാൻ കിട്ടും. നമുക്ക് ഞാനിതിപ്പോൾ വാങ്ങിച്ചത് ചാല മാർക്കറ്റിനകത്ത് ഒരു ലവ്ലി ഫാൻസി എന്ന് പറഞ്ഞൊരു ഫാൻസി ഉണ്ട്. അപ്പോൾ അവിടെ പോയാണ് സാധനങ്ങളെല്ലാം വാങ്ങണത്. കുഞ്ഞു കടയാണ്, ഭയങ്കര തിരക്കാണ്, എപ്പോഴും തിരക്കാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഇങ്ങനത്തെ മുത്ത് പേള് മുത്താണ് വാങ്ങിച്ചിരിക്കുന്നത്. പിന്നെ വേണ്ടത് ഇത് നെയിം ബോയാണ്. അപ്പം വേണ്ടത് അതിൻ്റെ ആൽഫബറ്റ്സിൻ്റെ ബീഡ്സാണ്. അതാണ്ട് ഇങ്ങനത്തെ ബീഡ്സാണ്. ഇതുപോലത്തത് കാണാവോന്ന് പറഞ്ഞുകൊണ്ട് അതായത് ഇതുപോലത്തെയൊക്കെ ബീഡ്സ് വാങ്ങാൻ കിട്ടും. ഇങ്ങനെ എഴുതിയ ബീഡ്സ് വാങ്ങാൻ കിട്ടും. അപ്പോൾ അതും പിന്നെ വേണ്ടത് ഇതിങ്ങനത്തെ ഒരു ഗ്ലൂ ആണ് വേണ്ടത്. പിന്നെ അതായത് ഇതുപോലത്തെ 2 വലിയ കോപ്പി പോലത്തെ മുത്തും. ഇത്രയാണ് ഇതിന് വേണ്ടത്. പക്ഷേ ഇത് നമ്മൾ ഈ ആൽഫബറ്റ്സിൻ്റെ നെയിം ബോയൊക്കെ ഉണ്ടാക്കുമ്പോൾ അത് വെച്ചൊരു നെയിം ബോയൊക്കെ ഉണ്ടാക്കുമ്പം പ്രശ്നം എന്തെന്ന് വെച്ചാൽ ഇത് നമ്മൾ പോയി ഒരു 5 ഗ്രാം 10 ഗ്രാം ഒക്കെയാണ് തൂക്കി ഇങ്ങനെ വാങ്ങുന്നത്. അപ്പോൾ അത് എല്ലാ അക്ഷരങ്ങളും അതിൽ കിട്ടില്ല. അതാണ് ഏറ്റവും പ്രശ്നം. എല്ലാ അക്ഷരങ്ങളും ചിലപ്പോൾ നമ്മൾ കൊണ്ടുവരുമ്പോഴത്തേക്ക് നമുക്ക് ആവശ്യമുള്ള അക്ഷരങ്ങൾ ചിലപ്പോൾ അതിൽ കാണില്ല. അതാണ് ഒരു പ്രശ്നം ഇതിൻ്റെത്. ഇതിപ്പോൾ ഞാൻ തിരഞ്ഞു പറക്കി ഒരു പേര് കാണിക്കാനായിട്ടൊരു പേര് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തുടങ്ങാം. അതിന് നമുക്ക് ആദ്യം ഇത് കുറച്ച് ഗ്ലൂ എടുത്തിട്ട് നമുക്കൊന്ന്, ഇത് നല്ലൊരു ഗ്ലൂ ആണ്, ഇത് കുഴപ്പമില്ല, നല്ല പെട്ടെന്നൊക്കെ സെറ്റാവും. ഇത് ഏകദേശം ഞാനത് തീർത്തു, കുറേയൊക്കെ വർക്ക് ചെയ്ത് തീർത്തു. അതായത് ഇങ്ങനെ ഒന്ന് ബോയിലൊന്ന് ഇങ്ങനെ ആക്കി കൊടുക്കാം. ഒന്നുമില്ല, ഈ മുത്ത് നമ്മൾ ചേർക്കുന്ന ഇതിലിടുന്ന മുത്തൊന്ന് കറങ്ങി പോകാതിരിക്കാനായിട്ടാണ്. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ അറ്റത്ത് പശ തേച്ച് കൊടുക്കാം. നല്ലവണ്ണം തേച്ച് കൊടുക്കണം, അല്ലെങ്കിൽ ഇത് പൊട്ടാൻ പാടായിരിക്കും. എന്നിട്ട് നമുക്ക് ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് ഇതിൽ ഓരോ മുത്തുകളായിട്ട് കോർത്ത് കൊടുക്കാം. ഇങ്ങനെ ഓരോ മുത്തുകളായിട്ട് ഇങ്ങനെ മുത്തായിട്ട് കോർത്ത് കൊടുക്കാം. എന്താ ശ്രീതു അതിങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ അറ്റത്ത് കുറച്ച് ഗ്ലൂ തേച്ച്, ഇത് മുന്നേ ഞാൻ വാങ്ങിയ ഗ്ലൂ ആണ്, അപ്പോൾ ഏകദേശം തീരാറായത്. ഗ്ലൂ തേച്ചിട്ട് നമുക്ക് ഈ മുമ്പത്ത് ഒട്ടിച്ചു കൊടുക്കാം. ഒരു മിനിറ്റൊക്കെ കഴിയുമ്പോൾ ഇത് ഉണങ്ങി കിട്ടും. ഇപ്പോൾ അങ്ങനെ പേര് വെച്ചുള്ള നെയിം ബോ റെഡി ആയിട്ടുണ്ട്. നല്ല എളുപ്പമാണ്, എല്ലാവർക്കും ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അപ്പം ഞാൻ അങ്ങനെ ഉണ്ടാക്കി നേരത്തെ വെച്ച ഒരു ബോയാണിത്. നെയിം ബോ കല്ലു. അപ്പോൾ ഇത് വയ്ക്കാനുള്ളൊരു തല ഇവിടെ ഉണ്ട്, കാണിച്ചു തരാം. അപ്പോൾ ഇത് ഞാനിങ്ങനെ ഉണ്ടാക്കി കുറച്ച് ബോയ ഉണ്ട്. ഇത് നെയിം ബോയല്ല, സാധാരണ നമ്മളെ ഗിൽറ്റർ ട്യൂബ് ഉപയോഗിച്ച് ചെയ്യുന്ന ബോയാണിത്. എളുപ്പമാണ് ചെയ്യാനായിട്ട്. ഇതൊക്കെ നല്ല എളുപ്പമാണ്, സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും ഇങ്ങനത്തെ ബോയൊക്കെ. അപ്പം ഞാനിത് തലയിൽ വെച്ച് കാണിച്ചു തരാം. ഇതാണ് ആള്. കല്ലു എന്ന് വീട്ടിൽ വിളിക്കണേണ്. ശിവഗായത്രി എന്നാണ് അല്ലാത്ത പേര്, സ്കൂളിലെ പേരൊക്കെ. അപ്പം കല്യാണി, കല്ലൂസ് എന്നൊക്കെ ഒത്തിരി പേരുകളുണ്ട്. അപ്പോൾ ഇത് നമുക്ക് തലയിൽ വെച്ച് കൊടുക്കാം. ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ട എല്ലാവർക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.